കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് എല്ലാവരും പറയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് രാവിലെ ആകുമ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ച് അമ്മയ്ക്കിന്ന് ജോലിക്ക് പോകണം എങ്കിലും ഞാൻ വീട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. അപ്പോൾ എന്നാലും രാവിലെ ഞാൻ എണീറ്റ് കുളിച്ചൊക്കെയാണ് നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴ് അത് സാധാരണ അതൊക്കെ എങ്ങനെ എണീക്കുന്നത് അതൊക്കെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കണതാണ്, പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, ഇനി ചായ കുടിക്കട്ടെ. കാണിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാൻ ആദ്യം എണീറ്റ് ഫ്രഷായിട്ട് ചായയാണ് ആദ്യം കുടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുടിക്കട്ടെ. അമ്മ ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്കട്ടെ. ഇന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കണാണ് ഒന്ന് ചെയ്യണമെന്ന്, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. കാരണം ആദ്യം തൊട്ട് ഉച്ചവരെ എടുത്ത് പിന്നെ പിന്നെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പോൾ രാവിലെ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ നേരത്തെ പോകണം. അപ്പോൾ അത് സമയമായതുകൊണ്ട് ഇന്ന് രാവിലെ രാവിലെ കുളിക്കുക, അങ്ങനെ നേരത്തെ കുളിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എണീക്കുന്നതൊന്നും കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതാ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ്. ഇനി തന്നെയാണ് കറിയൊക്കെ വെക്കുന്നത്. അപ്പം അമ്മ വെക്കും, അമ്മ വെച്ചിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചൂട് ദോശ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അത് അനിയത്തി സ്കൂളിൽ പോകാൻ വേണ്ടി നമ്മൾ കുളിച്ചതാ യൂണിഫോം ഇട്ടതാന്ന് ഇരിക്കുകയാണ്. മുടിയൊക്കെ കെട്ടി പോയാൽ മതി. ഇത് വല്ലപ്പോഴും ഇങ്ങനെ ചെയ്തു തരും കേട്ടാ. എന്ത് പറ്റുമോ എന്തോ തോന്നണം, എന്ത് ചെയ്യാനും തോന്നണം, ചെയ്തു തരണം. നിങ്ങൾ ചായ കുടിച്ചോന്ന് ചോദിക്കടേ. എന്ത് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മുടി കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് കുളിച്ച മുടിയൊക്കെ ഒരുവിധം ഉണങ്ങി. അപ്പൊ ഒന്ന് തല കെട്ടട്ടെ കുറച്ച്. ഒരുപാട് ഇറക്കി കേട്ടല്ലേ. നല്ലോണം നിൽക്കുന്നു മതി. അയ്യോ കിടക്കാൻ പറ്റുന്ന തലവേദന, തല വെക്കാൻ പറ്റുന്നു. നീ ഇങ്ങനെ അടിച്ചു ചാപ്പിച്ച് തീറ്റ എങ്ങനെയാ? സ്നേഹത്തിൽ കൊടുക്കണം, അങ്ങനെ തിന്നാൻ പറ്റും. നിനക്ക് ഇടുന്നുണ്ട്, ഇവിടെ വേറെ ആരും എടുത്തോണ്ട് പോകൂല. സമാധാനപ്പെട്ട് തിന്ന്. ഇത് തന്നെ പതുക്കെ. ഇവിടെ പതിയെ ഇതാണ് കേട്ടോ കൂട്ട്. അപ്പം ഞാൻ ഒരു ദോശയെ കഴിച്ചിട്ടുള്ളൂ. സാധാരണ കഴിക്കുന്ന സമയം ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയും. പിന്നെ വിചാരിച്ച് നേരത്തെ ഇന്ന് കഴിക്കാമെന്നു. അമ്മയ്ക്ക് പോകണമല്ലോ. അപ്പം അമ്മ പോകുന്ന മുമ്പേ എല്ലായിടത്തും വെച്ചൊക്കെ തരും. പിന്നെ അമ്മാമ്മ ഉള്ളതുകൊണ്ട് വിഷയമില്ല. അമ്മാമ്മ എല്ലാം കാപ്പിയൊക്കെ എടുത്തു തരും, ആഹാരവും വാരിത്തരുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മ പോയതിന് ശേഷം തൊട്ട് രാവിലെ തൊട്ട് വരണത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അമ്മാമ്മയാണ് നോക്കുന്നത്. അമ്മ ഉള്ളതുകൊണ്ട്
അമ്മയ്ക്ക് പോയാലും അമ്മേനെ വേവിച്ച് വെച്ചിട്ടായാലും പോയാൽ ബാക്കി അമ്മ എടുത്തൊക്കെ തന്നു ഞാൻ ചെയ്തൊക്കെ തരും. ഇനിയിപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ഒരു ഇത് കിട്ടാതെ ഒരു ഇതിൽ ഞാൻ വീട്ടിലേ ഇരുന്നിരുന്ന് മടുത്തു. അഡ്മിഷന്റെ കാര്യം ഞാൻ മിക്ക ഇതിലും ഞാൻ പറഞ്ഞു. അത് തന്നെയാണ്, ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ സ്കൂളിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തു, അത് ഇതുവരെയ്ക്കും ഒന്നും ആയില്ല. സത്യം പറഞ്ഞ ഉടനെ എനിക്ക് വീട്ടിലിരിക്കുന്ന ആ ഒരു ഇത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്ന് സ്കൂളിലൊക്കെ പോകുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യാനോ വരയ്ക്കണത് അങ്ങനെ അത് എപ്പോഴും ഒന്നുമില്ല. പക്ഷെ എനിക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് പിന്നെ പഠിക്കാനും പിന്നെ കൂട്ടുകാരും അതൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. പക്ഷെ ഇപ്പോഴും അങ്ങനെ അതൊക്കെ കാരണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വിഷമം. കാരണം 3 മാസം ഇപ്പൊ തന്നെ 2.5 മാസമായി സ്കൂൾ. 2.5 മാസവും പിന്നെ 3 മാസം കഴിഞ്ഞു. 3.5 മാസം ആവാറായി. അപ്പൊ അതിന്റെ ഒരു സങ്കടമുണ്ട്. കാരണം എല്ലാവരും സ്കൂളിൽ പോണ്, നമ്മളിവിടെ ഇരിക്കുന്നു. അയ്യോ, നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം എനിക്ക് കിട്ടാൻ കേട്ടോ. എനിക്ക് പെട്ടെന്ന് തന്നെയും കിട്ടാൻ പ്രാർത്ഥിക്കണേ നിങ്ങളെല്ലാരും. അപ്പൊ ഇനിയിപ്പോ അനിയത്തിയെ സ്കൂളിൽ വിടുന്ന ഒരു തിരക്കിലാണ് അമ്മ നിൽക്കുന്നത്. അതിന് ഞാൻ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ മുടി ഞാൻ കെട്ടിക്കൊടുക്കും. മറ്റേത് ഇത് എല്ലാം കൂടി 2 സൈഡിൽ കൊമ്പ് കെട്ടി കൊടുക്കണം. അപ്പൊ അതെനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇന്നാണ് ഞാൻ മുടി. അയ്യോ, ഞാന് നല്ല ഇത് ഇങ്ങനെ ഇത് നേരെ നല്ലൊരു കെട്ടണേന്ന് ഇഷ്ടമല്ല. നമുക്ക് തോന്നണം എങ്ങനെ മുടി കെട്ടണം. രാത്രിയാണ് മേക്കപ്പ്. അത് തന്നെ. സ്കൂളിൽ പോകുമ്പം ഒന്നും ചെയ്യൂല. ഒരു പൊട്ട്, ഒരു പൗഡർ, ഇത് രണ്ടും നമ്മൾ പറഞ്ഞാലേ ഇടും. മറ്റേത് രാത്രിയാകുമ്പം നമ്മളവിടെ മുറിയിലെ കണ്ണാടി വന്ന് നിന്നിട്ട് മേക്കപ്പാണ്. ഒരു പായം വെച്ച് അതിനെ മേക്കപ്പ് ചെയ്യും ഇവള് പോരും. വൈകുന്നേരം പക്ഷെ അത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയി. നല്ല രീതിയിൽ ലൈവ് നമുക്ക് തുടരാൻ പറ്റിയതുമില്ല. അത് ഒരു ക്ലാരിറ്റി ഇല്ലാതായിപ്പോയി. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ അങ്ങനെ വലുതായിട്ട് റേഞ്ച് ഇല്ല, പെട്ടെന്ന് അത്ര ഒരു ഇതുമില്ല. അതിൻ്റെയൊക്കെ ആയിരിക്കാം. മറ്റേ ഞാൻ 2-3 ലൈവ് ചേച്ചിയോടെയാണ് എടുത്തത്. അപ്പോൾ അത് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. കുറേ ദിവസം ആയില്ലേ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയൊരു അൺബോക്സിങ് കൂടി ലൈവിൽ കാണിക്കാം എന്നുള്ളൊരിതിലാണ്. ഞാൻ ഇന്നലത്തെ ലൈവിൽ വന്നിട്ട് ഞാനൊരു അൺബോക്സിങ് വീഡിയോ പോലെയാണ് അങ്ങനെ ഒരു ലൈവാണ് ചെയ്തത്. വാങ്ങിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായത് തന്നെ. കുറച്ചൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ ചില നേരം ഷേക്കായി പോകുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, പിന്നെ നമ്മൾ പറയുന്നതൊന്നും ചില നേരം കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം അതെല്ലാം ആ സമയം അവർ പറഞ്ഞപ്പോഴേ എനിക്ക് ഒന്നും വാങ്ങിക്കാനുള്ളൊരു ഇതല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാനൊരു ട്രൈപോഡും ഒരു മൈക്കുമാണ് വാങ്ങിച്ചത്. ട്രൈപോഡ് 400 രൂപ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. മൈക്ക് 370. എൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അതൊരു ചെറിയൊരു അൺബോക്സിങ് പോലെ ചെയ്യാം. ആദ്യം വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഇതായിട്ട് എടുത്തപ്പോഴൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഇനിയും മുന്നോട്ട് ഇതുപോലെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. എൻ്റെ മുന്നോട്ടുള്ള പഠനത്തിൻ്റെ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരുപാടില്ലേ ഒരു ചെറിയൊരു വരുമാനം കിട്ടിയാൽ അത്രയും ഉപകാരമായിരിക്കും. അമ്മയ്ക്കൊരു സഹായമായിരിക്കും. കാരണം എല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പം ആ ഒരു ഇതിലൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടുതലും വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും പരസ്യമൊന്നും ഇഷ്ടമല്ലെന്ന്. പരസ്യമൊന്നും ആർക്കും കാണാനധികം താല്പര്യമില്ലാത്ത ഒരാൾ ഞാനും അങ്ങനെ. എങ്കിലും മാക്സിമം നിങ്ങളെ കൊണ്ട് എന്നെ നിങ്ങളൊരു അനിയത്തിയായിട്ടോ ഒരു മോളായിട്ടോ
കാണുന്നെങ്കിൽ കാണുന്നതിനെ സ്നേഹിക്കുന്നവർ നിങ്ങൾ പറ്റുന്ന സമയം മതി, എപ്പോഴും വേണ്ട, പറ്റുന്ന സമയത്ത് പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എങ്കിലേ എനിക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ട് എനിക്ക് കിട്ടൂ. അപ്പം ഇതെല്ലാം എൻ്റെ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞാണ്, എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനി ഇടയ്ക്ക് ഡെയിലി ഇടാൻ പറ്റില്ലെങ്കിൽ മുന്നോട്ട് ഇനിയും നല്ല രീതിയിൽ നല്ല വീഡിയോസ് ഇത്രയും നാളിട്ടതിനേക്കാളും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇനി വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസും നിങ്ങൾ മുൻപത്തെ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും ഒന്ന് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അതാണ് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ല, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാനും എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ എൻ്റെ വീഡിയോയിൽ നമ്മൾ ചാനൽ എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അങ്ങനെ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതും കൂടി എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ രാവിലത്തെ കാര്യങ്ങളല്ലേ നമ്മൾ രാവിലത്തെ എനിക്ക് ചായ കുടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ കാണിച്ചത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ ഇതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ. കാര്യം നിങ്ങൾക്ക് എല്ലാം കൂടി ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സമയവും കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പം അത് ഒരുപാട് ലോങ് ആയാൽ ആരും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം. അപ്പം ബൈ. വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ പൗഡർ പറ്റില്ലേ